ഗൗരവേ, എന്നാടാ അവധിയായിട്ട് എന്നാ പരിപാടി? ഞാൻ ഫോണിന്റെ അകത്ത് ഗെയിം കളിക്കുക. എടാ, ഈ ഫോണിനകത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കാതെ അവധിയല്ലേ? എടാ, അവധിക്കാലത്ത് പോയി അല്ലാതെ വല്ല കളികളും കളിക്കാൻ നോക്ക്. എടാ, ഏത് നേരം ഈ മൊബൈൽ കണ്ടോണ്ടിരുന്ന നിന്റെയൊക്കെ ബുദ്ധി നശിച്ചു, മന്ദബുദ്ധിയായി പോകും. എടാ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്തെല്ലാം കളികളുണ്ടായിരുന്നറിയോ? അന്ന് ഈ മൊബൈലും ചരക്കരയൊന്നുമില്ല. ഞങ്ങൾ എന്തെല്ലാം കളികൾ കളിക്കുമായിരുന്നു. കിളികളി, വട്ടുകളി, സാറ്റുകളി, കുട്ടിയും കോലും കളി, പിന്നെ ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെ എന്തെല്ലാം കളികൾ. എടാ, അങ്ങനെയുള്ള നല്ല കളികളൊക്കെ കളിച്ചാണല്ലോ നമ്മുടെ ബുദ്ധി വികസിക്കും, നമുക്ക് നല്ല ഓർമ്മശക്തി കിട്ടും. മനസ്സിലായോ? അല്ലാതെ ഏത് നേരവും ഈ മൊബൈലും കണ്ടോണ്ടിരാ നീയൊക്കെ മന്ദബുദ്ധിയായിട്ട് ഇതുവഴി നടക്കും കുറെ കഴിയുമ്പോൾ തന്നെ. ചേട്ടൻ ഈ ഡയലോഗ് അടിക്കാൻ വേണ്ടിയാണ് കൊടയും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ. അന്തരീക്ഷം പൊതുവെ ചൂട് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഈ കുട പിടിച്ചുകൊണ്ട് നടക്കുന്നത്. നീ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. ഞാനിപ്പോൾ എന്താ പറഞ്ഞു വന്നേ? കിളികളെയും വട്ടുകളിയും സാറ്റുകളിയും കളിച്ചാൽ ചേട്ടൻ നല്ല ഓർമ്മ കിട്ടുമെന്നാ പറഞ്ഞു. അത് തന്നെ. പിന്നെ കിളികളെയും വട്ടുകളെയും സാറ്റുകളെയും പിന്നെ ചേട്ടനല്ല ഓർമ്മ കിട്ടുന്നത്, നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്ന പറഞ്ഞത്. എനിക്ക് ആവശ്യത്തിന് ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സമയമുള്ളപ്പോൾ വേണേ അടുത്ത ആഴ്ച കിളികളി, വട്ടുകളി, സാറ്റുകളി പോലുള്ള പഴയ കളികൾ ഞാൻ നിന്നെ പഠിപ്പിക്കാം. നിന്നെയും നിന്റെ കൂട്ടുകാരെയും വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞ വിലയേറിയ ഉപദേശങ്ങളൊക്കെ മോൻ്റെ മനസ്സിലിരിക്കണം. അപ്പം ചേട്ടായി വീട്ടിൽ പോയി ചോറിന് വെച്ച് വരാം. വലിയ ഓർമ്മശക്തി ഉള്ള ആളാ. സ്വന്തം വീട്ടിലെ മഴയും മറന്ന് വേറെ ഏതോ കാട്ടിലോട്ട് പോവുക. ആ ഊള താമസിക്കുന്ന അവിടെയാ.